കുന്നുവഴിയിൽ കൊക്കക്കോള കമ്പനി ഗോഡൌണിലെ മാലിന്യം നാട്ടുകാർക്ക് ഭീഷണിയാകുന്നു. പരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധം സംഘടിപ്പിച്ചു. വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനമില്ലാതെ പെരിയാർ വാലി കനാലിന്റെ സ്ഥലം കയ്യേറുകയും കനാലിലേക്ക് ശുചിമുറി മാലിന്യം ഒഴുക്കുകയും ചെയ്യുന്നു എന്നാണ് ആക്ഷേപം. വാഴക്കുളം പഞ്ചായത്തിലെ 18-ാം വാർഡിൽ പെരിയാർ വാലി കനാലിന്റെ സ്ഥലം കയ്യേറിയതിനെതിരെ ജനരോഷം ശക്തമാകുന്നു. ചെമ്പറക്കി കുന്നുവഴി റോഡിൽ അജ്മീർ തൈക്കാവ് പള്ളിക്ക് സമീപം പ്രവർത്തിക്കുന്ന കൊക്കോകോള കമ്പനിയുടെ ഗോഡൌണിനെതിരെയാണ് നാട്ടുകാരുടെ ആരോപണം. വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനമില്ലാതെ പെരിയാർ വാലി കനാലിലേക്ക് ശുചിമുറി മാലിന്യം ഒഴുക്കുന്നതായും പ്രദേശവാസികൾ പറയുന്നു. നമ്മളിപ്പോ വീഡിയോ കാണിക്കുന്ന പോലെ പെരിയാർ വാലി ഒരു ബോർഡ് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ബോർഡിന്റെ ബാക്ക് സ്ഥലങ്ങളിലാണ് ഈ കൊക്കോള കമ്പനി കയ്യേറി സെക്യൂരിറ്റി ഓഫീസും ഡ്രൈവേഴ്സും താമസിക്കാനുള്ള റൂമും ബാത്റൂമുകളൊക്കെ പണിതിരിക്കുന്നത്. പക്ഷെ ബാത്റൂം പണിതിട്ടുണ്ടെങ്കിൽ പോലും ഇവിടെ രാത്രി വരുന്ന ഡ്രൈവർമാർക്ക് അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ, കാരണം അവർ ഗേറ്റ് ലോക്ക് ചെയ്യാണ്. ഇപ്പൊ ഈ പരിസരത്തുള്ള കനാലിലാണ് ഇവര് മറ്റുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്ന ഡ്രൈവർമാർ. ആ നിർവഹിക്കുന്ന സാധനങ്ങൾ നേരെ കനാൽ വഴി ഒഴിച്ച് ജനവാസ മേഖലയായ കൈപ്പൂരിക്കയുടെ പല മേഖലയിലേക്കാണ് പോകുന്നത്. അത് തന്നെ കുടിവെള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ വെച്ച് പരാതി കൊടുത്തുകൊണ്ട് പഞ്ചായത്തിൽ പെരിയാർ വാലിക്ക് പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. പെരിയാർ വാലിയുടെ ആളുകൾ വന്ന് കുറ്റിയടിച്ച് എന്ന് അളന്ന് തിട്ടപ്പെടുത്തിയെന്നല്ലാതെ അത് പൊളിക്കാനുള്ള യാതൊരു നടപടി ഇതുവരെ അവർ സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്നലെ ഫ്രണ്ടിൽ സമരം തുടങ്ങി വെച്ചിരിക്കുന്നത്. ഒരു തുടക്കം മാത്രമാണ്. പിന്നീട് നാട്ടിലെ ജനങ്ങളെല്ലാവരും പങ്കെടുപ്പിച്ചുകൊണ്ട് സമരം ഞങ്ങൾ ശക്തമാണ്. ഇതിനെതിരെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. പെരുമ്പാവൂർ ഏരിയ സെക്രട്ടറി CM അബ്ദുൾ കരീം പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. തൈക്കാവിന് സമീപം സ്ഥാപിച്ചിട്ടുള്ള ഗോഡൌൺ ഉടമ പെരിയാർ വാലി സ്ഥലം അനധികൃതമായി കയ്യേറിയിരിക്കുന്നു. ആ കയ്യേറ്റം ഒഴിപ്പിക്കാൻ വേണ്ടി പെരിയാർ വാലി വന്ന് അളന്നു തിട്ടപ്പെട്ട് പെരിയാർ വാലിയുടെ എത്ര വസ്തു ഉണ്ട് എന്ന കാര്യം രേഖപ്പെടുത്തിയിട്ടുള്ള സ്ഥലം കയ്യേറ്റം ചെയ്ത മുതലാളിൽ നിന്നും ഒഴിപ്പിക്കണം എന്നാണ് ഈ സമരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഡിമാൻഡ്. മറ്റൊരു ഡിമാൻഡ് അദാനിയുടെ ഒരു ഗോഡൌൺ, അദാനിയുടെ കൊക്കോകോളയാണ്. ആ കമ്പനി മറ്റ് ഗോഡൌണെല്ലാം ഇവിടുത്തെ തൊഴിലാളികളെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവർക്ക് പണി കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാവുന്നുണ്ട്. ഇപ്പോ അൺലോഡിംഗ് ആണ് സാധാരണ ഗതിയിൽ കൊടുക്കുന്നത്. ഈ കൊക്കോകോള മുതലാളി ഇതൊന്നും തരാൻ തയ്യാറല്ല. ഹൈക്കോടതിയുടെ ഉത്തരവ് വാങ്ങിച്ച് പോലീസിന്റെ സഹായത്തോടു കൂടി നാട്ടുകാരെ ജോലി എടുക്കാൻ വരുന്നവരെ അടിച്ചു ഓടിക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്ന രീതിയുണ്ട്. അതുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കണം. നാട്ടുകാർക്ക് ആവശ്യമായ പരിഗണന കൊടുക്കുന്നു. അത് ലോഡിങ് അൺലോഡിങ് മാത്രമല്ല, ഇവിടെ നാട്ടിലെ ആളുകൾക്ക് ഏതെല്ലാം തരത്തിൽ ജോലിയുമായി ബന്ധപ്പെട്ട് പരിഗണനകൾ കൊടുക്കാൻ കഴിയുന്നു അവിടെയെല്ലാം ഈ ഗോഡൌൺ ഉടമകളും അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ഗോഡൌൺ നടത്തിപ്പുകാരും അതിനാവശ്യമായ സഹായം ചെയ്യുന്നു. ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള തുടർ പ്രക്ഷോഭം സമരം ആണ് ഇന്നിവിടെ ആരംഭിച്ചത്. ഇത് നിരന്തരമായി ഈ സമരം ഉയർത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി സമരസമിതി അതോടൊപ്പം തന്നെ നാട്ടിലെ മുഴുവൻ ആളുകളും തയ്യാറായിരിക്കുന്നു. 16-ാം വാർഡ് മെമ്പർ അബ്ദുൾ കരീം അധ്യക്ഷത വഹിച്ചു. യൂണിയൻ കോർഡിനേറ്റർ സിദ്ദിഖ് ആമുഖ പ്രഭാഷണം നടത്തി. വാർഡ് അംഗം കൃഷ്ണകുമാർ, 17-ാം വാർഡ് മെമ്പർ ഫൈസൽ, ലീഗ് മണ്ഡലം ഭാരവാഹി AM ബഷീർ, ലോക്കൽ സെക്രട്ടറി സിറാജ്, AITUC സെക്രട്ടറി അബ്ദുൾ അസീസ്, IUML മണ്ഡലം വൈസ് പ്രസിഡന്റ് അയൂബ് തുടങ്ങിയവർ സംസാരിച്ചു. സ്വാഭാവികമായിട്ട് ഇപ്പോൾ മഴക്കാല പൂർവ്വ ശുചീകരണങ്ങളെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ നേരിട്ട് നടത്തുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇത്തരം പരിപാടികൾ നടത്തുമ്പോൾ നമ്മൾ എങ്ങനെ നമ്മുടെ പരിസരം വൃത്തിയാക്കാം എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഇത്തരം വലിയ കുത്തകകളുടെ ഭാഗത്തു നിന്ന് വരുന്ന നഗ്നമായ നിയമലംഘനങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ച പോലെ ഇതൊരു പ്രതിഷേധ പരിപാടിയാണ്. സ്വാഭാവികമായിട്ട് ഞങ്ങൾ ആരും തന്നെ ഇവിടെ വന്ന് താമസിക്കുന്നവരൊന്നും അല്ല. കാരണം ഞങ്ങൾക്ക് ഇവിടെ വർഷങ്ങളായിട്ട് ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളാണ്. അപ്പോൾ മിനിഞ്ഞാന്ന് വന്നിരിക്കുന്ന ഒരു വ്യക്തി ഇവിടെ താമസിക്കുന്ന ആളുകളെയും
ഇവിടുത്തെ ജനങ്ങളെയും വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കണ്ണും പൂട്ടി നോക്കി നിൽക്കുവാനായിട്ട് സാധിക്കുന്ന കാര്യമല്ല. ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അതുപോലെ ട്രേഡ് യൂണിയനുകളുടെയും പ്രതിനിധികൾ ഇവിടെയുണ്ട്. ശക്തമായ സമര പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ ഉണ്ടാകും. അവര് നിയമപരമായ രീതിയിൽ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം കമ്പനി. ഇതൊരു സൂചനയായിട്ട് അവർക്ക് കാണേണ്ടി വരും. ബാത്റൂം, സെക്യൂരിറ്റി, ഓഫീസ് എന്നിവിടങ്ങളിലെ മാലിന്യം പെരിയാർ വാലി കനാലിലേക്ക് ഒഴുക്കുന്നു എന്നും ആക്ഷേപമുണ്ട്. ഇവിടെ വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം ഇല്ലെന്നും ജനങ്ങൾ പറയുന്നു. മാൻഹോൾ മണ്ണിട്ട് നികത്തിയ നിലയിലാണ്. മഴക്കാലം അടുത്തതോടെ ഇത്തരത്തിൽ മുന്നോട്ടു പോയാൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കുമെന്നാണ് ജനങ്ങളുടെ ആശങ്ക. ഇതിനൊരു പരിഹാരം ഉടൻ വേണമെന്ന് സമര നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇന്നത്തെ ഈ സമര പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇതിനെപ്പറ്റി എല്ലാം കൂടുതലായി മുൻപ് ഉദ്ഘാടനം ചെയ്ത കിരീംകായും കൃഷ്ണകുമാർ അടക്കമുള്ളവർ സംസാരിച്ചു. ഞാനും മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള സമരവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഈ ബിൽഡിങ്ങുകളുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ മുൻകാലങ്ങളിൽ പെർമിറ്റിന് വരുമ്പോൾ അനധികൃതമായിട്ട് പല കാര്യങ്ങളും ഇവർ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ പെർമിറ്റ് അവിടെ നിന്ന് വാങ്ങിച്ചിരിക്കുന്നത്. അതൊന്നും നമ്മുടെ കണ്ണിൽ പെടാത്തത് കൊണ്ടല്ല, കണ്ണിൽ പെട്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇവിടെ മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഈ ബിൽഡിംഗ് പണിയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പല പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. അന്നൊക്കെ നമ്മൾ ഇവിടെ ഈ പരിസര പ്രദേശത്തെ ആളുകൾക്ക് തൊഴിൽ കിട്ടുമെന്നുള്ള ഒരു ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് അത് കണ്ണടിച്ച് മുന്നോട്ട് പോയത്. ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രവണതയുമായി മുന്നോട്ട് വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നടപടിയുമായി മുന്നോട്ട് പോകേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.